നമസ്കാരം, ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആന്റണി രാജ്. ഈ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് നോബൽ പുരസ്കാരത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. 2023 പ്രഖ്യാപിച്ച നോബൽ പുരസ്കാരത്തെ കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് ചർച്ച ചെയ്യാം. ശ്രദ്ധിക്കൂ. നോബൽ പുരസ്കാരം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കൂ, 6 വിഷയങ്ങൾക്കാണ് നോബൽ പുരസ്കാരം നൽകുന്നത്. ആദ്യത്തെ പോയിന്റ് ആയിട്ട് ഓർത്തോണം, നോബൽ പുരസ്കാരം നൽകുന്നത് എത്ര വിഷയങ്ങൾക്കാണ്? നോബൽ പുരസ്കാരം നൽകുന്നത് എത്ര വിഷയങ്ങൾക്കാണ്? 6 വിഷയങ്ങൾക്കാണ് നോബൽ പുരസ്കാരം നൽകുന്നത്. 1901 ആദ്യമായി നോബൽ പുരസ്കാരം നൽകി. 1901 ആദ്യമായി നോബൽ പുരസ്കാരം നൽകി. 1901 എത്ര വിഷയങ്ങൾക്ക് നോബൽ സമ്മാനം നൽകി? 5 വിഷയങ്ങൾക്ക് നോബൽ സമ്മാനം നൽകി. 5 വിഷയങ്ങൾക്ക് നോബൽ സമ്മാനം നൽകി. നോബൽ സമ്മാനം 6ാമതായി ഏർപ്പെടുത്തിയത് ഏത് വിഷയത്തിനാണെന്ന് ചോദിച്ചാൽ അതാണ് സാമ്പത്തിക ശാസ്ത്രം. സാമ്പത്തിക ശാസ്ത്രം. നോബൽ പുരസ്കാരം മൊത്തം 6 വിഷയങ്ങൾക്ക് നൽകുന്നുണ്ട്. 6ാമത്തെ വിഷയം അല്ലെങ്കിൽ നോബൽ സമ്മാനം ആദ്യം 5 വിഷയങ്ങൾക്ക് ഉള്ളായിരുന്നു. 6ാമത് ഏർപ്പെടുത്തിയത് സാമ്പത്തിക ശാസ്ത്രത്തിനാണ്. സാമ്പത്തിക ശാസ്ത്രത്തിന് ആദ്യമായിട്ട് നോബൽ നൽകിയ വർഷം ഏതാണ്? സാമ്പത്തിക ശാസ്ത്രത്തിന് ആദ്യമായി നോബൽ നൽകുന്ന വർഷം 1969 വർഷം ഓർത്തു വെച്ചോളൂ. 1969 സാമ്പത്തിക ശാസ്ത്രത്തിന് ആദ്യമായി നോബൽ സമ്മാനം നൽകി. 1969. ഓക്കെ, ഇതൊരു ഇൻട്രോ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ കിടക്കട്ടെ. 2023 6 വിഷയത്തിന് നോബൽ സമ്മാനം നൽകി. നോബൽ പുരസ്കാരമാണ് പഠിക്കുന്നത്. 6 വിഷയത്തിന് നൽകി. ആദ്യം നമ്മൾ പഠിക്കുന്നു ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സിന് 2023 നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെ ആയിരുന്നു? ശ്രദ്ധിക്കൂ, ഞാൻ പേരുകൾ ഒന്ന് പരിചയപ്പെടുത്താം. ഒന്നാമത്തെ ആളുടെ പേരാണ് പിയറി അഗോസ്റ്റിനി. കണ്ടോ, പിയറി അഗോസ്റ്റിനി. 3 പേർക്കാണ് ലഭിക്കുന്നത്. ഒന്നാമത്തെ ആളുടെ പേരാണ് പിയറി അഗോസ്റ്റിനി. അടുത്ത ആളുടെ പേര് ആൻ ലുലിയർ. നോക്കൂ, പേര് കണ്ടോ, ആൻ ലുലിയർ. പിയറി അഗോസ്റ്റിനി, ആൻ ലുലിയർ. അടുത്ത ആളുടെ പേര് ഫെറൻ ക്രൗസ്. എന്താണ് പേര്? ഫെറൻ ക്രൗസ്. ശ്രദ്ധിക്കൂ, ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നൽകിയ ആൾക്കാരുടെ പേരുകളാണ് പറഞ്ഞത്. പേരുകൾ കേട്ട് ആരും ഇറങ്ങി ഓടല്ലേ. ശ്രദ്ധിക്കൂ, പിയറി അഗോസ്റ്റിനി, ആൻ ലുലിയർ, ഫെറൻ ക്രൗസ്. ഇങ്ങനെയാണ് 3 പേരുകൾ പഠിക്കാനായിട്ടുള്ളത്. ശ്രദ്ധിക്കൂ, പിയറി അഗോസ്റ്റിനി. ഇവിടെ ഗോസ്റ്റ് എന്നുള്ള പേര് കണക്ട് ചെയ്യണം. ഒരു ഗോസ്റ്റിന്റെ കാര്യം പറയട്ടെ. ഒരു ഗോസ്റ്റ് ഉണ്ട്. ആ ഗോസ്റ്റിന്റെ പേരെന്താണ്? ആലിയ എന്നാണ് പേര്. ആലിയ ഭട്ട്. അങ്ങനെ കേട്ടിട്ടില്ലേ? ഒരു ഗോസ്റ്റ് ഉണ്ട്, ഗോസ്റ്റിന്റെ പേര് ആലിയ. ആ ഗോസ്റ്റ് അല്ലേ? ഗോസ്റ്റ് സാധാരണ പാലയിലൊക്കെ ആയിരിക്കുന്നത്. ഈ ഗോസ്റ്റ് ഇരിക്കുന്ന എവിടെയാണ്? ഒരു ഫോറൻസിക് ലാബിലാണ് എന്ന് ഗസ്റ്റ് ചെയ്യൂ. ഒരു ഫോറൻസിക് ലാബിൽ. ഫോറൻ കണ്ടോ, ഫെറൻസ് ക്രൗസ്. ശ്രദ്ധിക്കൂ, അപ്പൊ പേരുകൾ ഗോസ്റ്റ്, ആലിയ, ഫോറൻസിക്. ശ്രദ്ധിക്കൂ പേരുകള്. പിയറി അഗോസ്റ്റിനി, പേരുകൾ പഠിക്കൂ. പിയറി അഗോസ്റ്റിനി, ആലിയ, ലുലിയർ. ഫോറൻസിക്കിന്റെ ഫെറൻ ക്രൗസ്. ശ്രദ്ധിക്കൂ, ഈ 3 പേരുകൾ ഇവിടെ കണക്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത കാര്യം പറയട്ടെ. പിയറി അഗോസ്റ്റിനി, ഗോസ്റ്റ് അമേരിക്ക, USA. പിയറി അഗോസ്റ്റിനിയുടെ രാജ്യം അമേരിക്കയാണ്. പിയറി അഗോസ്റ്റിനിയുടെ രാജ്യം എവിടെ എന്ന് ചോദിച്ചാൽ അമേരിക്കയാണ്. ആൻ ലുലിയർ എന്ന് പറയുന്നത് ഒരു വനിതയാണ്. ഭൗതിക ശാസ്ത്രത്തിലുള്ള നോബൽ സമ്മാനം നേടുന്ന 5ാമത്തെ വനിതയാണ് ആൻ ലുലിയർ. ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടുന്ന 5ാമത്തെ വനിതയാണ് ആൻ ലുലിയർ. ആൻ ലുലിയറിന്റെ രാജ്യം സുഹൃത്തുക്കളെ സ്വീഡൻ. ഓർത്തു വെച്ചോളൂ, ആൻ ലുലിയറിന്റെ രാജ്യം സ്വീഡനാണ്.
അടുത്തത് ഫെറൻ ക്രൗസ്. ഫെറൻ ജർമ്മൻ ജർമ്മനി. ജർമ്മനി. ഒരു വനിതയുള്ളൂ, സ്വീറ്റി അല്ലെ സ്വീഡൻ. കണ്ടോ, കണക്ട് ചെയ്യൂ. ആൻ ലൂലിയർ രാജ്യം സ്വീഡൻ. പിയറി അഗോസ്റ്റ് അമേരിക്ക. ഫെറൻ ക്രൗസ് ഫെറൻ ജർമ്മനി. ഈ 3 പേരുകൾ ഇവിടെ ഓർത്തു വെക്കുക. ഭൗതിക ശാസ്ത്രം. സോ ഭൗതിക ശാസ്ത്രത്തിലുള്ള നോബൽ സമ്മാനം കിട്ടിയ 3 ആൾക്കാരുടെ പേരുകൾ അവിടെ കണക്ട് ചെയ്ത് പഠിക്കുക. എന്തിനാണ് ലഭിച്ചത് എന്നുള്ള രീതിയിലും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാം. ഓർത്തു വെച്ചോളൂ. ഇ ഡി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡൈനാമിക്സ് കേട്ടോ. ഇലക്ട്രോൺ ഡൈനാമിക്സിനെ കുറിച്ചുള്ള പഠനത്തിനാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഗവേഷണത്തിനാണ് ഇവർക്ക് എന്ത് ലഭിക്കുന്നത്? ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നത് എന്ന പോയിന്റ് വ്യക്തമായിട്ട് ഓർത്തു വെക്കുക. അപ്പോൾ അത് പഠിച്ച സ്ഥിതിക്ക് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാൻ. രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച 3 ആൾക്കാരുടെ പേരുകൾ പറയട്ടെ. ആദ്യം പേരുകൾ കേൾക്കൂ. മൗഗ്ലി അല്ലേ കേട്ടോ, മൗഗിയാണ്. മൗഗി ജി ബാവെൻഡി. മൗഗി ജി ബാവെൻഡി. അടുത്തത് ലൂയി ബ്രസ്. കണ്ടോ, ലൂയി ഇ ബ്രസ്. മൗഗി ജി ബാവൻഡി, ലൂയി ഇ ബ്രസ്. അടുത്ത ആളുടെ പേര് എന്താണ്? അടുത്ത ആളുടെ പേര് അലക്സി എക്കിമോവ്. കണ്ടോ, അലക്സി ഐ എക്കിമോവ്. അപ്പൊ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് 3 പേർക്കാണ്. മൗഗി ജി ബാവൻഡി, ലൂയി ഇ ബ്രസ്, അലക്സി ഐ എക്കിമോവ്. ശ്രദ്ധിക്കൂ, ഇവർ 3 പേർക്ക് രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ഇവരുടെ ഇവരുടെ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ മൗഗി ജി ബാവൻഡി രാജ്യം ദാറ്റ് ഈസ് USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഓക്കെ. ലൂയി ഇ ബ്രസ് രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. കൊള്ളാം. അലക്സി ഐ എക്കിമോവ് രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. എല്ലാവരും അമേരിക്കക്കാരാണ്. രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് എല്ലാവരും അമേരിക്കക്കാരാണ്. ഇനി ഇവരുടെ പേര് എങ്ങനെ ഓർത്തിരിക്കാമെന്ന് നോക്കാം. ശ്രദ്ധിക്കൂ. നമ്മള് കൊച്ചു കുട്ടികളെയൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ബാവേ എന്ന് വിളിക്കാറുണ്ട് അല്ലേ? ബാവേ അല്ലെ? ബാവ സ്കൂളിൽ പോവാണോ? ബാവ അംഗൻവാടിയിൽ പോവാണോ? അല്ലെ? അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ബാവേ എന്ന് വിളിക്കാറുണ്ട്. ബാവയെ സ്കൂളിൽ കൊണ്ടുപോകാൻ വിടുക. അപ്പൊ ബാവയോട് പറയുവാ, ബാവേ ബസ് എത്തി ബാവേ എന്നുള്ളത് നമ്മൾ പറഞ്ഞാൽ മതി. ബാവേ ബസ് എത്തി. കണ്ടോ, ബാവൻഡി. കണ്ടോ, ബാവൻഡി. ബസ് ബ്രസ്. കണ്ടോ, എത്തി എക്കിമോവ്. സിമ്പിൾ. അപ്പോ മൗഗി ജി ബാവൻഡി, ലൂയി ഇ ബ്രസ്, അലക്സി ഐ എക്കിമോവ് എന്നുള്ള പേരുകൾ കണക്ട് ചെയ്യാൻ എളുപ്പമായി. മൗഗി ജി ബാവൻഡി, ലൂയി ഇ ബ്രസ്, അലക്സി ഐ എക്കിമോവ്, ബാവേ ബസ് എത്തി. ഒരു ഗോസ്റ്റ്, ആലിയ എന്ന ഗോസ്റ്റ് എവിടെ ഇരിക്കുന്നു? ഫോറൻസിക് ലാബിൽ ഇരിക്കുന്നു. ഭൗതിക ശാസ്ത്രം. അടുത്ത ബാവയോട് പറയുന്നു, ബാവേ ബസ് എത്തി. അമ്മമാരുടെ തന്ത്രം. രസതന്ത്രം കണക്ട് ചെയ്യൂ. രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആൾക്കാരുടെ പേരുകൾ നമ്മൾ പഠിച്ചു, അവരുടെ രാജ്യം പഠിച്ചു. ഇനി എന്തിനാ കൊടുത്തെ പറയട്ടെ. ശ്രദ്ധിക്കൂ. നാനോ ടെക്നോളജിയിലെ ഗവേഷണത്തിന് എന്ന് പഠിക്കുക. നാനോ ടെക്നോളജിയിലെ ഗവേഷണത്തിനാണ് ഇവർക്ക് 3 പേർക്ക് രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നത്. അങ്ങനെ പഠിച്ചു വെക്കുക. നാനോ ടെക്നോളജിയിലെ ഗവേഷണത്തിനാണ് ഇവർക്ക് 3 പേർക്ക് രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് എന്ന് പഠിച്ചു വെക്കുക. അതുകൂടാതെ, അത് പോരാ കേട്ടോ, അതുകൂടാതെ എന്ത് പഠിക്കണം? ക്വാണ്ടം ഡോട്ട്സ്, നാനോ പാർട്ടിക്കിൾസ് എന്നിവയുടെ കണ്ടെത്തലാണ് എന്തിലേക്ക് സഹായിച്ചത്? നോബൽ പുരസ്കാരം ലഭിക്കാൻ സഹായിച്ചത് എന്നുകൂടെ പഠിച്ചു വെക്കണം. നാനോ ടെക്നോളജിയിലെ ഗവേഷണത്തിനാണ് രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഇവർ 3 പേർക്കും ലഭിച്ചത് എന്നുള്ളത് പഠിക്കണം. അതിന്റെ കൂടെ
ക്വാണ്ടം ഡോട്ട്, നാനോ പാർട്ടിക്കിൾസ് എന്നിവയുടെ കണ്ടെത്തലാണ് നോബൽ പുരസ്കാരത്തിലേക്ക് സഹായിച്ചത് എന്നുള്ള പോയിന്റൂടെ നിങ്ങൾ അവിടെ പഠിച്ചു നോക്കണം. സോ ഭൗതിക ശാസ്ത്രം, രസതന്ത്രം രണ്ടും സെറ്റായി എന്ന് വിചാരിക്കുന്നു. സെറ്റ്, ഓക്കെ. ക്ലിയർ ആണെങ്കിൽ നമുക്ക് എന്തിലേക്ക് പോവാം? വൈദ്യശാസ്ത്രത്തിലേക്ക് പോവാം. വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ മെഡിസിൻ. ഓക്കെ, മെഡിസിനുള്ള നോബൽ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കായിരുന്നു? 2 പേരാണ് കേട്ടോ, 2 പേരാണ്. ഞാൻ ആ പേരുകൾ പറഞ്ഞുതരാം. വൈദ്യശാസ്ത്രത്തിലുള്ള നോബൽ സമ്മാനം 2023 ലഭിച്ച ആൾക്കാരുടെ പേര്, ഒന്നാമത്തെ ആളുടെ പേരാണ് ഡ്രൂ വെയ്സ്മാൻ. പേര് കണ്ടോ, നല്ല പേര്. ഡ്രൂ വെയ്സ്മാൻ. അടുത്ത ആളുടെ പേര് കാറ്റലിൻ കാരിക്കോ. കണ്ടോ, നല്ല പേരുകളാണ്. ഡ്രൂ വെയ്സ്മാൻ, കാറ്റലിൻ കാരിക്കോ. എന്തിനാണ്? വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഇവർക്ക് 2 പേർക്ക് ലഭിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. എന്തിനാ? നമ്മൾ ഈ പേരുകൾ ഒന്ന് കണക്ട് ചെയ്യണമല്ലോ. പേരുകൾ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ശ്രദ്ധിക്കൂ, വൈദ്യശാസ്ത്രമല്ലേ. ഒന്ന്, നമ്മൾ കോമൺ ആയിട്ട് മേടിച്ച് കഴിക്കാറുള്ളതാണ് എന്ത്? ലേസ് മേടിച്ച് കഴിക്കാറുണ്ട്. പാക്കറ്റ് ഫുഡാണ് അല്ലെ, അഴുക്കാണ് ശരീരത്തിനെന്ന് നമ്മൾ ആര് പറഞ്ഞു തന്നാലും നമ്മൾ പിന്നെയും എന്ത് മേടിച്ച് കഴിക്കും? ലേസ് മേടിച്ച് കഴിക്കും. ലേസ് പല ഫ്ലേവറുകളിൽ 5 രൂപ, 10 രൂപ, 20 രൂപ പാക്കറ്റുകളിൽ അല്ലെ 50 രൂപ പാക്കറ്റുകളിൽ എന്ത് കിട്ടും? ലേസ് കിട്ടും. എന്ത് കിട്ടും? ലേസ് കിട്ടും. ഈ ലേസ് നമ്മൾ മേടിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനകത്ത് ചിപ്സിനേക്കാൾ കൂടുതലായിട്ടുള്ളത് കാറ്റാണ് അല്ലേ. അപ്പൊ ലേസ് മേടിക്കുന്നു, കാറ്റ് കിട്ടുന്നു. ഓക്കെ, അപ്പൊ ലേസ് കാറ്റ് പരസ്പരം പൂരകങ്ങളാണ്, ഓർത്തു വെച്ചോണം. വൈദ്യശാസ്ത്രം കണക്ട് ചെയ്യാനായിട്ട് ഒരു കാര്യം പറയട്ടെ. നമ്മൾ വിശന്നിരിക്കുമ്പോൾ ധാരാളം ലേസ് കഴിക്കണം. മനസ്സിലായോ? ഒരു 19 കവർ ലേസ് പൊട്ടിച്ചിട്ട് അങ്ങ് തിറ്റണം. പിറ്റേന്ന് നിങ്ങൾക്ക് കണക്ട് ആവും. എന്ത്? വൈദ്യശാസ്ത്രം ലേസും തമ്മിൽ കണക്ട് ആയിക്കോളും. മനസ്സിലായോ? തമാശക്ക് പറഞ്ഞാണ്, ചെയ്യരുത് കേട്ടോ. ഡ്രൂ വെയ്സ്മാൻ. ലേസ്മാൻ അല്ല, വെയ്സ്മാൻ. ശക്തിമാൻ, സൂപ്പർമാൻ, സ്പൈഡർമാൻ അല്ലെ, അങ്ങനെ ഒരുപാട് മാൻ ഉണ്ട്. ഇത് വെയ്സ്മാൻ ആണ്. ഡ്രൂ വെയ്സ്മാൻ. കാറ്റലിൻ കാരിക്കോ. കാറ്റലിൻ കാരിക്കോ. ഇനി രാജ്യം പറയട്ടെ. സൂപ്പർമാന്റെ ഒക്കെ രാജ്യം അമേരിക്കയാണ്. വെയ്സ്മാന്റെ രാജ്യവും ദാറ്റ് ഈസ് ഇൻ USA, അമേരിക്കയാണ്. വെയ്സ്മാന്റെ രാജ്യം അമേരിക്കയാണ്. ഡ്രൂ വെയ്സ്മാന്റെ രാജ്യം അമേരിക്കയാണ്. കാറ്റലിൻ കാരിക്കോയുടെ രാജ്യം ഏത്? കാറ്റലിൻ കാരിക്കോ. വിശന്നിരിക്കുമ്പോഴാണ് ലേസ് മേടിക്കുമ്പോൾ ഒക്കെ കാറ്റ് കാണുന്നു. ഹംഗറിയാണ് രാജ്യം. ഹംഗറി. കാറ്റലിൻ കാരിക്കോയുടെ രാജ്യം ഏത്? കാറ്റലിൻ കാരിക്കോയുടെ രാജ്യം ഹംഗറിയാണ് സുഹൃത്തുക്കളെ. ഹംഗറിയാണ്. ഡ്രൂ വെയ്സ്മാൻ, കാറ്റലിൻ കാരിക്കോ കണക്റ്റഡ് ആയ സ്ഥിതിക്ക് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പൊ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം സെറ്റായ സ്ഥിതിക്ക് എന്തിനാ കൊടുത്ത പറയാൻ ശ്രദ്ധിക്കും. mRNA എന്ന് പറഞ്ഞാൽ മെസഞ്ചർ RNA എന്നാണ് കേട്ടോ. മെസഞ്ചർ RNA അല്ലെ. കോവിഡ്-19 ഈ പേര് മറന്നിട്ടില്ല. കോവിഡ് അല്ലെ. മൊബൈൽ ഫോണിലൊക്കെ എപ്പോ ആരെ വിളിച്ചാലും ആദ്യം പരസ്യം അല്ലെ. കോവിഡ്-19 മറന്നു കാണത്തില്ല. കോവിഡ്-19 അതിന്റെ വാക്സിൻ വന്നു അല്ലെ. കോവിഡ്-19 വാക്സിൻ വികസിപ്പിക്കാൻ സഹായകരമായ mRNA അല്ലെങ്കിൽ മെസഞ്ചർ RNA കുറിച്ചുള്ള പഠനത്തിനാണ് വൈദ്യശാസ്ത്രത്തിലുള്ള നോബൽ സമ്മാനം ഇവർക്ക് ലഭിച്ചത് എന്നുള്ള കാര്യം കണക്ട് ചെയ്യുക. എന്താണ് ഞാൻ പറഞ്ഞത്? ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. കോവിഡ്-19 വാക്സിൻ കണ്ടെത്താൻ സഹായകരമായ mRNA അഥവാ മെസഞ്ചർ RNA കുറിച്ചുള്ള പഠനത്തിനാണ് ഇവർക്ക് 2 പേർക്കും വൈദ്യശാസ്ത്രത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചത് എന്നുള്ള പോയിന്റ് അവിടെ പഠിച്ചു വെക്കുക. അപ്പൊ നമ്മള് ഭൗതികശാസ്ത്രം, രസതന്ത്രം, വൈദ്യശാസ്ത്രം എന്നിങ്ങനെ 3 വിഷയങ്ങൾക്ക് നോബൽ സമ്മാനം ലഭിച്ച ഏകദേശം 8ഓളം ആൾക്കാരുടെ പേരുകൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു കഴിഞ്ഞു. ഇനി സാഹിത്യമുണ്ട്, സമാധാനമുണ്ട്, സാമ്പത്തിക ശാസ്ത്രമുണ്ട്. ഇതിലെല്ലാം ഓരോ ആൾക്കാരെ ഉള്ളൂ. അതുകൊണ്ട് അത് എളുപ്പമാണ് പഠിക്കാൻ. ശ്രദ്ധിക്കൂ. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആളുടെ പേരാണ് സുഹൃത്തുക്കളെ
യോൻ ഫോസെ. യോൻ ഫോസെ എന്നാണ് പേര്. യോൻ ഫോസെ, യോൻ ഫോസെ, യോൻ ഫോസെ, യോൻ ഫോസെ, യോൻ ഫോസെ. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആളുടെ പേരാണ് യോൻ ഫോസെ. അപ്പോ ഇത് ഓർത്തിരിക്കാനായിട്ട് വടക്കൻ കേരളത്തിൽ മാത്രം കേട്ടുവരുന്ന ഒരു പേരാണ് ഓന് എന്ന വിളി. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും വടക്കൻ കേരളത്തിലൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഓന് എന്നുള്ള ആ ഒരു വിളി, ആ ഒരു ശൈലി അവിടെ കൂടുതലാണ് അല്ലെ. ഓനിപ്പോ ഗവൺമെന്റ് ജോലി കിട്ടി, ഓനിപ്പം രാവിലെ സർക്കാർ വണ്ടിയിൽ പോയി വൈകിട്ട് വന്നു, ഓനിപ്പോ ഭയങ്കര ജാടയാണ്, ഓനിപ്പോ നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യാറില്ല, അങ്ങനെയൊക്കെ ഓന്. അപ്പൊ ഓന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കിട്ടി എന്ന് നിങ്ങൾ അവിടെ കണക്ട് ചെയ്താൽ മതി. ഓന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കിട്ടി എന്നുള്ളത് കണക്ട് ചെയ്താൽ ഓൻ ഫോസെ എന്ന് കിട്ടും. ഓൻ ഫോസെ, യോൻ ഫോസെ, യോൻ ഫോസെ. ഇദ്ദേഹത്തിന്റെ രാജ്യം നോർവേ ആണ്. നോർവേ ആണ് രാജ്യം. യോൻ ഫോസയുടെ രാജ്യം ഏത്? യോൻ ഫോസയുടെ രാജ്യം നോർവേ ആണ്. യോൻ ഫോസയുടെ രാജ്യമാണ് നോർവേ. ഇദ്ദേഹത്തിന് കുറച്ച് കൃതികളുണ്ട്. അതായത് യോൻ ഫോസയുടെ കുറച്ച് കൃതികളൂടെ പറയട്ടെ. യോൻ ഫോസയുടെ ഒരു കൃതിയാണ് ബോട്ടിൽ, BOTTL, ബോട്ടിൽ കളക്ടർ. ബോട്ടിൽ കളക്ടർ കേട്ടോ. യോൻ ഫോസയുടെ ഒരു കൃതിയാണ് ബോട്ടിൽ കളക്ടർ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കൃതിയാണ് ബോട്ട് ഹൗസ്. ഹൗസ് ബോട്ട് എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? ഹൗസ് ബോട്ട് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്, പോയിട്ടും ഉണ്ടായിരിക്കും ബോട്ട്. ബോട്ടിൽ കളക്ടർ, ബോട്ട് ഹൗസ്. അടുത്തൊരു കൃതി പറയട്ടെ, അതിന്റെ പേരാണ് ലീഡ് ആൻഡ് വാട്ടർ. ലീഡ് ആൻഡ് വാട്ടർ. മറ്റൊരു കൃതി പറയട്ടെ, കാന്റ് കേട്ടോ. കാന്റ് എന്നൊരു പറയുന്ന കൃതിയുണ്ട്. കാന്റ്. മറ്റൊരു കൃതിയാണ് വേക്ക്ഫുൾനെസ്. മറ്റൊരു കൃതി പറയട്ടെ, മറ്റൊരു കൃതിയാണ് ക്ലോസ്ഡ് ഗിറ്റാർ. ഈ കൃതികളൊക്കെ ആരുടേതാണ്? ഈ കൃതികളൊക്കെ യോൻ ഫോസയുടെ കൃതികളാണ്. യോൻ ഫോസയുടെ കൃതികളാണ് ഈ പറഞ്ഞ 6 ഞാൻ ഒന്നുകൂടെ ആ കൃതികള് എങ്ങനെ ഓർത്തിരിക്കാം എന്നുള്ളത് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ, ശ്രദ്ധിക്കൂ. നമ്മുടെ എല്ലാം മുന്നിൽ എന്തുകൊണ്ട് കാണിക്കും? ഒരു ബോട്ടിൽ കാണും. സോ ബോട്ടിൽ എന്ന് കണക്ട് ചെയ്താൽ ബോട്ടിൽ കളക്ടർ. ബോട്ടിൽ കളക്ട് ചെയ്യുന്നു, ബോട്ടിൽ കളക്ടർ അല്ലെ. ഈ സമയത്ത് ബോട്ടിൽ ആർട്സ് അല്ലെ, ബോട്ടിൽ ആർട്സിന് നടക്കേണ്ടവരൊക്കെ കണ്ടിട്ടില്ലേ? അവർ നടക്കുന്ന കുപ്പി എവിടെയെങ്കിലും ഉണ്ടോ, കുപ്പിയുണ്ടോ, ബോട്ടിലുണ്ടോ എന്ന് തപ്പി നടക്കും. ബോട്ടിൽ കളക്ടർ, ബോട്ട് ഹൗസ്. ബോട്ടിൽ കളക്ടർ, ബോട്ട് ഹൗസ്. ഹൗസ് ബോട്ട് എന്ന് ഓർത്താൽ മതി, തിരിച്ചിട്ട് ബോട്ട് ഹൗസ്. ഈ ഹൗസ് ബോട്ടിനകത്ത് നിങ്ങൾ പോവാന്ന് വിചാരിക്കും. നിങ്ങൾ പോകുന്നത് എങ്ങനെ? ഹൗസ് ബോട്ട് എതുവഴിയാ പോകുന്നത്? വെള്ളത്തിൽ കൂടെ അല്ലേ പോകുന്നേ? ലീഡ് ആൻഡ് വാട്ടർ. വെള്ളത്തിൽ കൂടെ ഹൗസ് ബോട്ട് പോവെങ്കിൽ ലീഡ് ആൻഡ് വാട്ടർ. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ബോട്ടിൽ കളക്ടർ, ബോട്ട് ഹൗസ്, ലീഡ് ആൻഡ് വാട്ടർ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഹൗസ് ബോട്ടിന്റെ പുറത്ത് ഇങ്ങനെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടുപോവാ, യാത്ര ചെയ്യുക. കാറ്റൊക്കെ കൊണ്ട് യാത്ര ചെയ്യുക. കാറ്റുണ്ടോ? കാന്റ് കണ്ടോ? കാന്റ് കൃതി ഓർക്കൂ. കാന്റ് കണ്ടോ? അപ്പൊ ആദ്യം പറഞ്ഞ ബോട്ടിൽ കളക്ടർ, പിന്നെ ബോട്ട് ഹൗസ്, പിന്നെ ലീഡ് ആൻഡ് വാട്ടർ. കാറ്റുണ്ടോടാ? കാന്റ് കണ്ടോ? കാന്റ്. നിങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങനെ എന്ത് ചെയ്യുക? കാറ്റൊക്കെ കൊണ്ടുകൊണ്ട് ഗിറ്റാർ വായിച്ചോണ്ടിങ്ങനെ ഇരിക്കുക. കാറ്റൊക്കെ കൊണ്ട് ഹൗസ് ബോട്ടിനകത്ത് ഇരുന്ന് ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായോ? ഗിറ്റാർ നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ അവിടെ വന്ന് നിങ്ങളുടെ കുറെ നേരം ഇങ്ങനെ ഗിറ്റാർ വായിച്ചുകൊണ്ടിരുന്നപ്പോ നിങ്ങളുടെ കൂടെ ഉള്ള ഒരാൾ പറയുവാ, നിർത്തടാ, എഴുന്നേക്ക് എന്ന് പറഞ്ഞ വേക്ക്ഫുൾനെസ്. മനസ്സിലായോ? നിർത്തടാ, എഴുന്നേക്ക്, വേക്ക്ഫുൾനെസ്. നിർത്ത, എഴുന്നേക്ക്, ഗിറ്റാർ അടച്ചു വെക്ക്. ക്ലോസ്ഡ് ഗിറ്റാർ. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. സിമ്പിൾ ആയിട്ട് പഠിക്കൂ. ബോട്ടിൽ കളക്ടർ, ബോട്ട് ഹൗസ്, ലീഡ് ആൻഡ് വാട്ടർ, കാന്റ് കിട്ടുന്നുണ്ടോ? കാന്റ്. പിന്നെന്താ പറഞ്ഞത്? കാന്റ് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു എന്ത്? എഴുന്നേക്കടാ അല്ലെ? വേക്ക്ഫുൾനെസ്. ഗിറ്റാർ അടച്ചു വെക്ക്. ക്ലോസ്ഡ് ഗിറ്റാർ. ഇത്രയും ഒന്ന് കണക്ട് ചെയ്ത് നിങ്ങൾ ഓർത്തു വെച്ചോണം. അത് ആരുടെ കൃതിയാണ്? യോൻ ഫോസയുടെ കൃതി ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക. അടുത്തതിലേക്ക് നമുക്ക് പോവാം. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് വനിതയാണ്. പേര് നർഗീസ്. വർഗീസ് അല്ല സുഹൃത്തുക്കളെ, നർഗീസ്.
നർഗീസ് മുഹമ്മദി. നർഗീസ് മുഹമ്മദി, സമാധാനം മുഹമ്മദ് കണക്ട് ചെയ്തു. നർഗീസ് മുഹമ്മദി, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചയാളുടെ പേര് നർഗീസ് മുഹമ്മദി. വനിതയാണ് നർഗീസ് മുഹമ്മദി. പത്രപ്രവർത്തകയാണ്. ആക്ടിവിസ്റ്റ് ആണ്, ജയിലിലാണ്. ആക്ടിവിസ്റ്റുമാണ്, ജയിലിലുമാണ്, ഒക്കെയാണ് ആര്? നർഗീസ് മുഹമ്മദി. രാജ്യം ഓർത്തു വെച്ചോ, ഇറാൻ ആണ് രാജ്യം. ഇറാൻ. നർഗീസ് മുഹമ്മദിയുടെ രാജ്യം ഏതാണ്? ഇറാൻ. പത്രപ്രവർത്തകയാണ്, ആക്ടിവിസ്റ്റ് ആണ്, രാജ്യം ഇറാൻ ആണ്. ഇറാനിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു വനിതയാണ് നർഗീസ് മുഹമ്മദി. ജയിലിലാണ്. ഓക്കെ, ഇനി നർഗീസ് മുഹമ്മദിയുമായി ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഐക്യരാഷ്ട്ര സഭ, UN കേട്ടിട്ടുണ്ടല്ലോ. UN-ന്റെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിനുള്ള പുരസ്കാരം, 2023 ലഭിച്ചയാളാണ് നർഗീസ് മുഹമ്മദി. എന്താണ് ഞാൻ പറഞ്ഞത്? ഒന്നുകൂടെ പറഞ്ഞുതരാം. UN-ന്റെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിനുള്ള പുരസ്കാരം 2023 ലഭിച്ചയാളാണ് നർഗീസ് മുഹമ്മദി. അന്ന് 3 പേർക്കാണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിലുള്ള UN-ന്റെ പുരസ്കാരം 2023 ലഭിക്കുന്നത്. ഒന്നാമത്തെ ആളുടെ പേര് നിലോഫർ ഹമദി എന്നാണ്. നിലോഫർ ഹമദി. അടുത്തത് ഇലാഹി മുഹമ്മദി എന്നാണ്. ഇലാഹി മുഹമ്മദി. മൂന്നാമത്തെ ആളാണ് നർഗീസ് മുഹമ്മദി. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പറയട്ടെ, ഇങ്ങനെ ഓർത്തേ, ഹമദി മുഹമ്മദി കണ്ടോ? ഹമദി മുഹമ്മദി. മുഹമ്മദ് 2 പേരുണ്ട്. നിലോഫർ ഹമദി, ഹമദി മുഹമ്മദി. നിലോഫർ ഹമദി, ഇലാഹി മുഹമ്മദി, നിലോഫർ ഹമദി, ഇലാഫർ മുഹമ്മദി, നർഗീസ് മുഹമ്മദി. കിട്ടിയോ? നിലോഫർ ഹമദി, ഇലാഹി മുഹമ്മദി, നർഗീസ് മുഹമ്മദി. ഇവർ 3 പേർക്കാണ് UN-ന്റെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിലുള്ള പുരസ്കാരം 2023 ലഭിച്ചത് എന്നുള്ള ഒരു അഡീഷണൽ ഫാക്ട് കൂടെ നിങ്ങൾ അവിടെ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി അവസാനത്തെ വിഷയത്തിലേക്ക് നമുക്ക് പോവാം. അതാണ് ഏത്? എക്കണോമിക്സ് അഥവാ സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള നോബൽ പുരസ്കാരം 2023 ലഭിച്ചത് ഒരു വനിതയാണ്. ആ വനിതയുടെ പേരാണ് സുഹൃത്തുക്കളെ ക്ലോഡിയ. നല്ല പേര്, ക്ലോഡിയ ഗോൾഡിൻ എന്നാണ് പേര്. ക്ലോഡിയ ഗോൾഡിൻ. എവിടെയാണ് ക്ലോഡിയ ഗോൾഡിന്റെ രാജ്യം? ദാറ്റ് ഈസ് ഇൻ USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ക്ലോഡിയ ഗോൾഡിന്റെ രാജ്യം അമേരിക്കയാണ് ക്ലോഡിയ ഗോൾഡിന്റെ രാജ്യം. ഇത് കണക്ട് ചെയ്യാൻ എളുപ്പമല്ലേ? സാമ്പത്തിക ശാസ്ത്രം, എന്തെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്നു, എന്തെങ്കിലും ഒരു സാമ്പത്തിക പ്രതിസന്ധി വരുന്നു, നമ്മൾ കയ്യിലുള്ള ഗോൾഡ് കൊണ്ട് പണയം വെക്കും. സാമ്പത്തിക ബുദ്ധിമുട്ട്, സാമ്പത്തിക ശാസ്ത്രം ഗോൾഡ്. സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള നോബൽ സമ്മാനം കിട്ടിയത് ക്ലോഡിയ ഗോൾഡിന്റെ രാജ്യം അമേരിക്ക. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമാണ് ഏത്? അമേരിക്ക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും എന്തായി? കണക്റ്റഡ് ആയി അല്ലെ? ക്ലോഡിയ ഗോൾഡിൻ. വനിതകളുടെ സംഭാവനകളെ കുറിച്ചുള്ള പഠനത്തിനാണ്, അതായത് സമ്പദ് വ്യവസ്ഥയിൽ വനിതകളുടെ സംഭാവനയെ കുറിച്ചുള്ള പഠനത്തിനാണ് ക്ലോഡിയ ഗോൾഡിന് സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നത്. ഇനി ഒരു പ്രത്യേകതയും കൂടെ പറയട്ടെ. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്ന 3ാമത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്ന 3ാമത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ. ഒന്ന് ആര് പറയട്ടെ? ഒന്നാമത്തെ വനിതയുടെ പേര് പറയട്ടെ. എലിനോർ പേര് കണ്ടോ? എലിനോർ ഓസ്ട്രം എന്ന് ഓർത്തിരിക്കുക. എലിനോർ ഓസ്ട്രം. സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള നോബൽ സമ്മാനം ലഭിക്കുന്ന 3ാമത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ. ആദ്യം കിട്ടിയ വനിതയാണ് എലിനോർ ഓസ്ട്രം ഇൻ 2009, 2009. ശ്രദ്ധിക്കൂ, 2ാമത്തെ വനിത ആര്? 2ാമത്തെ വനിതയുടെ പേരാണ് എസ്തർ. കേട്ടോ? എസ്തർ ദഫ്ലോ എന്നാണ് പേര്. എസ്തർ ദഫ്ലോയുടെ രാജ്യം, എസ്തർ ദഫ്ലോയുടെ വർഷം 2019, 2023. 2009 എലിനോർ ഓസ്ട്രം, 2019 എസ്തർ ദഫ്ലോ, 2023 ക്ലോഡിയ ഗോൾഡിൻ,
സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച 3 വനിതകളുടെ പേരെന്ന് ഓർത്തു വെച്ചോളൂ. ഇനി ക്ലോഡിയ ഗോൾഡിന്റെ ഒരു പോയിന്റ് പറയട്ടെ. ഇവരൊക്കെ സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള നോബൽ സമ്മാനം ലഭിക്കുമ്പോൾ ഇവർ കൂടെ പങ്കിടാൻ ആൾക്കാരുണ്ടായിരുന്നു. എന്നാൽ ക്ലോഡിയ ഗോൾഡിന് ഒറ്റയ്ക്കായിരുന്നു ഈ പുരസ്കാരം നേടിയത്. ഷീ ഈസ് എ മോൺസ്റ്റർ. ഓക്കെ, ക്ലോഡിയ ഗോൾഡിൻ സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള നോബൽ സമ്മാനം നേടുന്ന ഒറ്റയ്ക്കുള്ള നോബൽ സമ്മാനം നേടുന്ന ആദ്യത്തെ വനിതയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള നോബൽ സമ്മാനം ഒറ്റയ്ക്ക് നേടുന്ന ആദ്യത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ. എത്രാമത്തെ വനിതയാണ്? 3ാമത്തെ വനിതയാണ്. ഓക്കെ, ഇനി ഒരു ഫാക്ട് കൂടെ പറയട്ടെ. എസ്തർ ദഫ്ലോ ഒരു ഇന്ത്യൻ ബന്ധമുണ്ട്, ഒരു ഇന്ത്യൻ ടച്ച് ഉണ്ട് അവിടെ. എന്താണെന്നറിയോ? അഭിജിത്ത് ബാനർജി. എന്താണ് പറയട്ടെ? എസ്തർ ദഫ്ലോയുടെ ഭർത്താവാണ് അഭിജിത്ത് ബാനർജി. ഇന്ത്യക്കാരനാണ്, സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. 2019 നോബൽ സമ്മാനം ലഭിച്ചു. എക്കണോമിക്സിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. അപ്പൊ എക്കണോമിക്സിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ ദമ്പതികളാണ് അഭിജിത്ത് ബാനർജിയും എസ്തർ ദഫ്ലോയും. അഭിജിത്ത് ബാനർജി ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞില്ലേ? സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ. ആദ്യത്തെ ഇന്ത്യക്കാരന്റെ പേരാണ് സുഹൃത്തുക്കളെ അമർത്യ സെൻ. കേട്ടോ, അമർത്യ സെൻ 1998 കിട്ടുന്നത്. ഇത്രയും കണക്റ്റഡ് ഫാക്ടോടെ നിങ്ങൾ ആ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒന്ന് ഓർമ്മയിലിരിക്കട്ടെ. ഓക്കെ, അപ്പൊ ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. 2023 നോബൽ സെറ്റായി എന്ന വിശ്വാസത്തോടുകൂടി നമുക്ക് 6 വിഷയം, ഭൗതിക ശാസ്ത്രത്തിലുള്ള നോബൽ സമ്മാനം കിട്ടിയ ആൾക്കാരുടെ 3 പേരുടെ പേര്, എന്തിനാണ് കിട്ടിയത്, അവരുടെ രാജ്യം. രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയ 3 പേരുടെ പേരുകൾ, എന്തിനാണ് കിട്ടിയത്, അവരുടെ രാജ്യം. വൈദ്യശാസ്ത്രത്തിലുള്ള നോബൽ സമ്മാനം കിട്ടിയ 2 പേരുടെ പേര്, എന്തിനാണ് കിട്ടിയത് എന്നുള്ളത്, അവരുടെ രാജ്യം. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ഒരാൾക്കാണ് കിട്ടിയത്, രാജ്യം പറഞ്ഞു, കുറച്ച് കൃതികൾ പറഞ്ഞു. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഒരാൾക്കാണ് കിട്ടിയത്, അത് ഏത് രാജ്യമാണെന്ന് പറഞ്ഞു, പിന്നെ എന്തിനൊക്കെ ആയിരുന്നു എന്നുള്ളതൊക്കെ കണക്റ്റഡ് ആയിട്ട് പറഞ്ഞു. എക്കണോമിക്സിനുള്ള നോബൽ സമ്മാനത്തെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് മനസ്സിലായെങ്കിൽ തൽക്കാലം നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നന്ദി.